നിങ്ങളുടെ വാഹനം ലോ ഫ്യൂവലാണോ? ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത ഫ്യൂൽ സ്റ്റേഷൻ ഏതാണെന്ന് ഈ വാഹനം കാണിച്ചു തരും. അല്ലെങ്കിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ കൂടെ അറിയാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് ഹൂണ്ടായി ആണ്. ഹൂണ്ടായി ഷോറൂമിലുണ്ട്. അപ്പം ഹൂണ്ടായി വെർണ, ആദ്യമായിട്ട് ഹൂണ്ടായി വെർണയാണ് നോക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോകൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കാണുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകൾക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളീ കാണുന്നത് 2025 ജനറേഷൻ ഫേസ് ലിഫ്റ്റ് മോഡലാണ് ഹ്യുണ്ടായി വെർണയുടെ. ഡിസൈൻ മികവ് കൊണ്ട് വളരെയധികം ശ്രദ്ധ ആകർഷിച്ച ഒരു വാഹനമാണ്. മുൻഭാഗം നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വാഹനത്തിൻ്റെ വിദേശത്തെ പതിപ്പിന് ഹ്യുണ്ടായി ആക്സെൻറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ മാത്രമാണ് വെർണ എന്ന പേരിൽ ഈ വാഹനം വരുന്നത്. നമ്മൾ വിദേശത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പേര് ആക്സെൻറ്റ് എന്നാണ്. ഹെഡ്ലാമ്പിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഡിസൈനാണ്, ഒഴുകിയിറങ്ങിയൊരു ഡിസൈനാണ് ഹെഡ്ലാമ്പിനുള്ളത്. അത് താഴെ ഒരു ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതൊരു ത്രികോണ ആകൃതിയിൽ ഉള്ള ഒരു ഷേപ്പിൻ്റെ ഉള്ളിലാണ് ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഗ്ലൗസി ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല തിളക്കം മാറുന്ന ഒരു ഗ്രില്ലാണ്. ഒറ്റ നോട്ടത്തിൽ ആരെയും ആകർഷിക്കുന്ന ഒരു ഗ്രില്ലാണ് ഈ വാഹനത്തിനുള്ളത്. അതിൽ കൊണ്ടായിട്ട് നല്ലൊരു എംബ്ലം ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഒഴുകി ഇറങ്ങുന്ന ഒരു രീതിയിൽ, ഫ്രണ്ടിൽ ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ്. തൊട്ട് താഴെ തന്നെ ഒരു എയർ ഡാം, അതോടൊപ്പം തന്നെ ക്രോം പ്ലേറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രൊജക്ടർ LED ഹെഡ് ലാമ്പാണുള്ളത്. അതുപോലെ തന്നെ കോളമി സിസ്റ്റവും കോർണറിംഗ് ലാമ്പുമായി തന്നെ നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 16 ഇഞ്ച് അലോയ് വീലാണ്. അത് ഒരു പ്രത്യേക സ്റ്റൈലാണ്, ഇതുവരെ കാണാത്തൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡോർ പാഡിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രോമിയം ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഡോർ പാഡ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മുകൾ ഭാഗത്തൊരു ബ്ലാക്ക് കളറാൽ തീർത്തിരിക്കുന്ന ഒരു ഇതാണ്, ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ് കാണാൻ പറ്റിയത്. അതിലൊരു വലിയ വാഹനമാണ്. അത് ഒറ്റ നോട്ടത്തിൽ തന്നെ വലിയ വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സൈഡ് വ്യൂ മിററിൽ വന്ന ഇൻബിൽറ്റ് ആയിട്ട് ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. അത് നമുക്ക് ബാക്ക് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ബാക്ക് സൈഡിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നല്ലൊരു ഡിസൈനാണ് ഹ്യുണ്ടായി കമ്പനി വെർണയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇൻഡിക്കേറ്റർ നോക്കുന്ന സമയത്ത് ടെയിൽ ഗേറ്റിലോട്ട് കയറി നിൽക്കുന്ന രീതിയിലാണ് ഇൻഡിക്കേറ്റർ ഉള്ളത്. SX എന്ന് പറഞ്ഞ മോഡലാണ്. തൊട്ട് താഴെ തന്നെ ബമ്പറിലും ക്രോമിയം ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബൂട്ട് സ്പേസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് 480 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് കീയിൽ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കും. അപ്പം കീ ഞാൻ മാനുവലി തുറന്നതാണ്. ഇത് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇന്ത്യയിലാണ്. അതുപോലെ അവിടെ ഒരു ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്, സ്റ്റോപ്പ് ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ അടിഭാഗത്താണ് സ്പെയറൊക്കെ വരുന്നത്. ഹ്യുണ്ടായിയുടെ തന്നെ i20യിലും മറ്റും ഉപയോഗിച്ച പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. ഹ്യുണ്ടായി കിയ GB പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. 4.4 മീറ്ററാണ് ഈ വാഹനത്തിൻ്റെ മുഴുവനുമായിട്ടുള്ള നീളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1.4 മീറ്റർ പൊക്കവും 165 mm ഗ്രൗണ്ട് ക്ലിയറൻസുമാണ് ഈ വാഹനത്തിനുള്ളത്. ഇതിനൊരു ടർബോ എന്ന വേരിയൻ്റ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിന് മുൻപിലും പിൻപിലും ഡിസ്ക് ബ്രേക്കാണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെർണയുടെ ഇതൊരു കീലെസ് എൻട്രി വാഹനമാണ്. അതുപോലെ തന്നെ താഴത്തെ ബട്ടൺ ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഈ വാഹനം എവിടെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഹോൺ മുഴക്കും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. മുകളിൽ ബൂട്ട് തുറക്കാനുള്ള ഓപ്ഷനാണ്. അത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ബൂട്ട് തുറക്കാൻ പറ്റും. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾഡ് മോഡലിൽ നിന്ന് പുതിയ മോഡലിലേക്ക് വരുന്ന സമയത്ത് ഡിജിറ്റലി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് പുതിയ മോഡലിൽ വന്നിരിക്കുന്നത്. മുൻപുണ്ടായിരുന്ന മോഡലിന് ഡിജിറ്റൽ അല്ലായിരുന്നു, അനലോഗ് ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു. അതുപോലെ ഒരു റൂഫ് ഓപ്പൺ ചെയ്യാനുള്ളൊരു സംവിധാനം ഇതിലുണ്ട്. റൂഫ് നമുക്ക് പകുതി ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അടയ്ക്കണമെന്നെങ്കിൽ പൂർണ്ണമായി അടയ്ക്കണമെങ്കിൽ മാനുവലി അടയ്ക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ഓപ്ഷനാണ് ഔട്ട് ഓഫ് ഫ്യൂവൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മളവിടെ എഴുതി കാണിക്കും. അപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നിയറസ്റ്റ് ആയിട്ടുള്ള പെട്രോൾ പമ്പ്സിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം അതിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പമ്പിൻ്റെ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി പറഞ്ഞിരുന്നത്. അതുപോലെ നല്ല ടച്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. നേരത്തെ അത് ഉള്ളിലോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് പുറത്തേക്ക് എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉള്ളത്. അതിനകത്ത് കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അങ്ങനത്തെ എല്ലാ ഓപ്ഷനുകളും അതിൽ അവൈലബിൾ ആണ്. അതിൽ ക്യൂട്ടായിട്ടുള്ളൊരു മ്യൂസിക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് നോക്കാം, സെക്കൻഡ് റോ നോക്കാം. നല്ല വൈഡായിട്ട് തുറക്കാൻ പറ്റുന്ന ഒരു
ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻട്രൻസ് സാധ്യമാവുന്നുണ്ട്. അത് നല്ല തൈ സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ലെഗ് റൂമും അത്യാവശ്യം നല്ല രീതിയിൽ ലെഗ് റൂമുണ്ട്. 6 അടി ഒക്കെ ഉള്ള ആൾക്കാർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. AC വെൻറ്റ് സെൻട്രൽ സെക്കൻഡ് റോയിൽ AC വെൻറ്റ് വരുന്നുണ്ട്. അതിൽ താഴെ ഒരു ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബീജ് ആൻഡ് ബ്ലാക്ക് ഇൻറ്റീരിയലാണ്. ഇതൊരു ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. അതുപോലെ സീറ്റൊക്കെ നല്ലൊരു ലെതർ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ സെൻട്രലിൽ ആൻഡ്രസ്റ്റിനുള്ള സംവിധാനവും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു മെയിൻ കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ 6 എയർ ബാഗ് ഇതിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യം അത് വിട്ടുവീഴ്ചയില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലൊരു ടോപ്പിൽ എക്സ്ട്രാ സെക്കൻഡ് റോയിൽ ഒരു റീഡിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു ഗ്ലാസ് ഏരിയയാണ്, വൈഡ് ഗ്ലാസ് ഏരിയയാണ്. നമുക്ക് ബാക്കിൽ ഒരു ബോട്ടിൽ വെക്കാനൊരു സംവിധാനമുണ്ട്. എന്തൊക്കെ തന്നെയായാലും വാഹനം ഒരു നല്ലൊരു ക്വാളിറ്റി ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ വാഹനം വരുന്നത് 1497 cc വാഹനമാണ്. അതുപോലെ അത് 1.5 ലിറ്റർ MBI പെട്രോളാണ്. അതുപോലെ 1.5 ലിറ്റർ U2 CRD എഞ്ചിൻ്റെ അകത്ത് വരുന്നത് ഡീസൽ എഞ്ചിനാണ്. 1493 cc ആണ്. അതുപോലെ തന്നെ 1 ലിറ്റർ കാപ്പ ടർബോ GD വരുന്നുണ്ട്. 1998 cc ആണ് ഈ വാഹനത്തിൻ്റെ CC വരുന്നത്. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഹോണ്ടയുടെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഹോണ്ടയുടെ ഈ മോഡലിലൂടെ വലിയൊരു വിജയം കൈവരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, നിങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ താഴെ രേഖപ്പെടുത്തുക. അതായത് അടുത്ത വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.